പ്രൈസ് ബി ടു ഗോഡ്. നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ, നമുക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ വിചാരങ്ങളും ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. അതെ, അത് നമുക്ക് വിവരിച്ച് പ്രസ്താവിക്കുവാൻ കഴിയത്തില്ല. കാരണം എണ്ണിക്കൂടാതെ വണ്ണം അധികമായ അത്ഭുതങ്ങളും അതിശയങ്ങളും കർത്താവ് ഈ വർഷത്തിൻ്റെ കഴിഞ്ഞ 6 മാസങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തില്ലേ? ആ നല്ല ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ 7-ാം മാസം, പുതിയൊരു മാസം, ജൂലൈ മാസം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. അതേ, സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ നമുക്കറിയാം, ആദ്യത്തെ 5 ദിവസങ്ങളിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് മനുഷ്യന് ആവശ്യമായുള്ളതൊക്കെയും കർത്താവ് സൃഷ്ടിച്ചു. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് 7-ാം ദിവസം താൻ സൃഷ്ടിച്ചതിനൊക്കെയും നല്ലതെന്ന് കണ്ടു. ഉൽപ്പത്തി 2-ന്റെ 2-ാം വചനത്തിൽ നാം വായിക്കുന്നു, താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതേ, സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ തന്നെ എൽ ഷഡായി ആയ സർവശക്തനായ ദൈവം, ആമേൻ, സ്തോത്രം, നമുക്ക് വേണ്ടി വലിയ പ്രവർത്തിച്ചു കഴിഞ്ഞു, ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അതേ, കഴിഞ്ഞ നാളുകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവർത്തികളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ 7-ാം മാസത്തെ ആമേൻ, സ്തോത്രം, ഇനിയും ദൈവപ്രവർത്തികളെ കാണുവാൻ, അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഈ മാസത്തിൻ്റെ വാഗ്ദത്ത വചനമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 23-ാം വചനത്തിൻ്റെ 2-ാം ഭാഗം. ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. പ്രിയ ദൈവമക്കളെ, ഒത്തിരി പരിഭവങ്ങളും വിഷമങ്ങളും ഞെരുക്കങ്ങളും കഷ്ടങ്ങളും ഇപ്പോഴും ചിലപ്പോൾ നാം അനുഭവിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ അത് പറയേണ്ട സമയമല്ല. ഇവിടെ നാം വായിക്കുന്നു, ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാം. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമുക്ക് ജീവൻ നൽകിയില്ലേ, ശ്വാസം നൽകിയില്ലേ, എണ്ണത്തിലൊന്നുപോലെ കുറയാതെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സഭയെ, നമ്മുടെ ദേശത്തേക്ക് ദൈവം പരിപാലിച്ചില്ലേ. അതുകൊണ്ട് ഇന്നും പരിഭവത്തെയും സങ്കടങ്ങളെയും അല്ല പറയേണ്ടത്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് നാം പറയാവൂ. അതെ, അങ്ങനെ നാം ചെയ്യുമ്പോൾ ഇപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാകയാൽ. സ്തോത്രം. നമ്മുടെ ദൈവം പ്രവർത്തിച്ച് തുടങ്ങുന്ന ദൈവമല്ല, പ്രവർത്തിച്ച് അത് പൂർത്തിയാക്കി അതിനെ തികയ്ക്കുന്ന കർത്താവാണ്. നമുക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം അതിൻ്റെ 3-ാം വചനത്തിൽ നാം വായിക്കുന്നു, ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുൻപിൽ ഉരുകിപ്പോകുകയും ചെയ്തുവല്ലോ. പ്രിയ മക്കളെ, കഴിഞ്ഞ നാളുകളെ നാം ഓർത്തു നോക്കാമെങ്കിൽ അത് ആർക്കും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത എത്രയോ സാഹചര്യങ്ങളിൽ നമ്മുടെ അടുക്കൽ കർത്താവ് ഇറങ്ങി വന്ന് നമ്മെ വിടുവിച്ചില്ലേ, നമ്മെ സഹായിച്ചില്ലേ, നമ്മെ രക്ഷിച്ചില്ലേ. മലകൾ ഉരുകി പോകത്തക്കവണ്ണം പല തടസ്സങ്ങളെയും കർത്താവ് മാറ്റി ഇതുവരെ ദൈവം നമ്മെ കൊണ്ടുവന്നില്ലേ. നാം വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെയല്ലേ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. ആ കർത്താവിനെ നാം നന്ദിയോടെ സ്തുതിക്കുമ്പോൾ അതിൻ്റെ 4-ാം വചനത്തിൽ വായിക്കുന്നത് പോലെ, നീയല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. അതെ, പല വിഷയങ്ങൾക്ക് വേണ്ടി നാളുകളായി, വർഷങ്ങളായി നാം കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. അത് എന്തിനു വേണ്ടിയാണ് വൈകുന്നത്? ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, ഗ്രഹിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ ഇനിയും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവ പ്രവർത്തികളെ അവിശ്വസിക്കരുത്, കർത്താവിനെ പരീക്ഷിക്കരുത്, ദൈവസ്ഥാനത്തിൽ പിറുപിറുക്കരുത്. വീണ്ടും കാത്തിരിക്കാം. നിശ്ചയമായി ഈ മാസം കർത്താവ് വീണ്ടും നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സ്തോത്രം, പുതിയ ദിവസത്തിന് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. 7-ാം മാസം 1-ാം ദിനം കാണുവാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ. കഴിഞ്ഞ 6 മാസങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും ഞങ്ങൾ
ഞങ്ങളോട് കൂടെ ഇരുന്നുവല്ലോ അപ്പാ. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചുവല്ലോ. നന്ദി. ഇനിയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പറയുന്ന കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഞങ്ങൾ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവ്. ഇനിയും ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ ദൈവം പ്രവർത്തിക്കുന്നത് ഓർത്ത് സ്തോത്രം. സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഹാവ് എ ബ്ലെസ്സഡ് ന്യൂ മന്ത്. മേ ഗോഡ് ബ്ലെസ് യു.